യാ ബാബു ജീപ് ഗാവാ. ബാബു, അള്ളാനെ വിചാരിച്ച് ആ മറുവാന്റെ മുന്നിൽ ഇനി പോവരുത്. കഴിഞ്ഞതോ കഴിഞ്ഞു. അവനാണെങ്കിൽ ഒരു കാട്ടുമാക്കാന. അതിന് മോമക്ക ഞാനൊന്നും ചെയ്തിട്ടില്ല. യാ ബാബു ഓയൻ ഗാവാ. മറുവാൻ അവൾ അമ്മായിന്റെ മകനാ. ആ പെണ്ണിനെ കെട്ടാൻ വേണ്ടി നടക്കണവൻ. അവൾക്കാണെങ്കിൽ അവനെ കണ്ണെടുത്താ കണ്ടുടാ. ആ ദേഷ്യമൊക്കെ കൂടി അന്റെ മേലേക്ക് എടുക്കുകയാണ്. ഞമ്മക്കാണെങ്കിൽ ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ല. അവരെ നാടല്ലേ, എല്ലാം സഹിച്ചേ പറ്റൂ. ഞമ്മളെ കുടുംബങ്ങൾക്ക് വേണ്ടി ഞമ്മളതെല്ലാം സഹിക്കണം. അതോർത്തു വെച്ച്. അവരറബികള് ലക്ഷങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടാണ് കല്യാണം കഴിക്കുന്നത്. അവർക്കിതൊന്നും ഒരു പുത്തരിയല്ല. ആ കാവുണ്ടേ കൊടു. هذا بابو. زين تمام. بابو جيب قهوة. كويس. يا حمار. ايش هذا؟ حمار واحد. كنيس واحد انت. ليش منا هذا؟ برا. كنيس. حمار. يلا يلا مروان. زبور شو ليش هذا؟ مروان حمار واحد. زبور ما في مخ يا اخي. ليش هذا نمونه ترتيب؟ هذا هندي هذا؟ هذا هندي. هذا صايك هذا؟ حيوان. خلي برا. خلي فيه برا. هذا تو هدي. اوكي. مروان زبور. شوف هذا هندي ولا بنغالي؟ ايش هذا نمونه ترتيب؟ ما عليك هذا. ബാബു കരയല്ലേ? സാരില്ലേ, പോട്ടെ. എന്നാലും മറുവാൻ എന്നോട് بندر قل لي محمد. അസ്സലാമു അലൈക്കും. عليكم السلام. وعليكم السلام. وين هذا انت؟ صبور مروان انا في كلام. മുഹമ്മദ് ബാബു ഇവിടെ. അവൻ പുറത്തുപോയി. എന്തേ? എന്നാലേ അവനോട് പെട്ടി കെട്ടിക്കൊള്ളാൻ പറ. ബന്ദർ, എന്താണ് പ്രശ്നം? ഞങ്ങളെ പെങ്ങളായിട്ട് അവന്റെ കളി. ആ നായിന്റെ തല കാണില്ലെന്ന് പറഞ്ഞേക്ക്. മറുവാൻ പല വട്ടം പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല. ഇപ്പൊ ഞാൻ നേരിട്ട് കണ്ടു. والله العظيم لا صنف في سوي الترتيب. زين بندر تعال. ഹലോ ബാബു, ഇപ്പൊ എവിടെയുള്ളത്? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ബാബു റൂം കണ്ടെടുക്കാൻ ബുദ്ധിമുട്ടിയാ? ഇല്ല, മോമാക്ക ഉണ്ടായതുകൊണ്ട് ബുദ്ധിമുട്ടായില്ല. അൻവറേ, ജി എങ്ങോട്ടൊരു യാത്ര? നാട്ടിലേക്കാണോ? എന്തു പറ്റി പെട്ടെന്ന്? അവനല്ല പോണത്, ഞാനാ. ഒരാളെ കുത്തി കുടലെടുക്കാനുണ്ട്. ഒരാളെ കൊല്ലാൻ മാത്രം എന്താണ് എന്റെ പ്രശ്നം? എന്റെ ഉമ്മാനെ കഷ്ടത്തിലാക്കിയ എന്റെ തന്ത അയാൾ വെറും പെണ്ണിട്ടേക്കണു. അയാളെങ്ങനെ പുതിയ പെണ്ണിട്ടിട്ട് സൂയിക്കണ്ട. പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. പ്രായത്തിന് മൂത്തൊരു സഹോദരൻ പറയുന്നത് പോലെ കരുതിയാൽ മതി. ഒരാളെ കൊല്ലാൻ എളുപ്പമാണ്. കൊന്നതിന് ശേഷം നീ ചിന്തിക്കും ചെയ്ത് തെറ്റായിപ്പോയെന്ന്. അതും
നിനക്ക് ജന്മം തന്ന നിന്റെ സ്വന്തം ബാപ്പാനെ കൊലപാതകം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇങ്ങക്കത് പറയാം. എന്റെ ബാപ്പയാണ് വേറെ പെണ്ണ് കിട്ടിയേക്കണത്, നിങ്ങളുടെ ബാപ്പയല്ലല്ലോ. അബ്ബാസേ ഇജ്ജ് ഒന്ന് അടങ്ങ്. ഗസ്റ്റുകൾ വന്ന് എങ്ങനെ നമ്മൾ പെരുമാറുക? നിങ്ങളൊന്നും വിചാരിക്കരുത്, ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ്. എന്റെ ഉമ്മാനെ ഓർക്കുമ്പോ എനിക്ക് സങ്കടം പറഞ്ഞിട്ടുണ്ട്. എന്റെ ഉമ്മാന്റെ സ്വത്തും മുതലും കണ്ടിട്ടാണ് എന്റെ ഉപ്പ ഉമ്മാനെ കിട്ടിയത്. അതെല്ലാം അയാൾ നശിപ്പിച്ചു. എന്നിട്ട് ആ ക്ഷീണം തീർക്കാൻ വേറെ പെണ്ണിട്ടേക്കണ്, പൈസ കരുതി കെട്ടേക്കണ്. അത് ഞാൻ ഒരിക്കലും പൊറുക്കൂല. തല്ലിയും കൊന്നും തീർക്കാനുള്ളതല്ല മോനെ ഈ ജീവിതം. ഒരിക്കലും ഒരു കാലത്തും സമാധാനം നമ്മളെ തേടി വരില്ല. നമുക്കുള്ളതൊരു ചെറിയ ജീവിതമാണ് മോനെ. മനുഷ്യന് ബുദ്ധി തന്നത് ക്ഷമിക്കാനും പൊറുക്കാനുമാണ്. പ്രാർത്ഥിക്കുക. അന്റെ പ്രാർത്ഥന പടച്ചോൻ കേൾക്കാതിരിക്കില്ല. നിന്റെ ഉമ്മാന്റെ കണ്ണീരിന് എന്നെങ്കിലും ഒരു മറുപടി കിട്ടും. ഒരുപാട് സ്നേഹിച്ചു എന്റെ വാപ്പാനെ ഞാൻ. എന്നിട്ട് എന്നോടും എന്റെ ഉമ്മാനോടും ഈ ക്രൂരത കാണിച്ചില്ലേ? അൻവറേ, ആ ജീവാ, നമുക്കൊരു കാര്യം തീർക്കാനുണ്ട്. ആ ആ ഞാൻ പോയിട്ട് വരടാ. ടാ പോട്ടെ മോനെ. എൻ്റെ ബാബു, ഇത് നമ്മുടെ നാടല്ല, ദുബായിയാണ്. തല പോണ കേസാണ്. വിട്ടാളഞ്ചി. ഇല്ലടാ, അങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റില്ല എനിക്ക്. അത്രക്ക് സ്നേഹിച്ച അവളെ ഞാൻ, അവളെ എന്നെയും. ഈ പഹന് പറഞ്ഞ തല കേറില്ലല്ലോ പടച്ചോനെ. അങ്ങനെ അവളായിട്ട് പോവാൻ പറ്റില്ല എന്ന് ഇവിടുന്ന്. ഞാനിവിടെ കിടന്ന് മരിച്ചാലും അവളില്ലാതെ പോകാൻ പറ്റില്ല എനിക്ക്. ഞാനൊരു ഐഡിയ പറയാൻ മാമാക്കാം. ഇവന്റെ നൂറാനി പാസ്പോർട്ട് കിട്ടുമോ? ഇന്ന് അടുത്ത പേര് തന്നെ ഇവരെ കയറ്റിവിടാം. അത് ഞാൻ നൂറാനായിട്ട് സംസാരിച്ച് ശരിയാക്കാം. കൈവിട്ട കളിയാണ് മക്കളെ. പടച്ചോൻ കാക്കട്ടെ.